ഹലോ എവരിവൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ RRB NTPCക്ക് വേണ്ടിയുള്ള മിക്സഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിക്സഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് അതിൻ്റെ കൺസെപ്റ്റും കൂടെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. കൺസെപ്റ്റ് പ്ലസ് അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൽ നിന്നും ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ആ ക്വസ്റ്റിന് വേണ്ടി പഠിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം അതിൽ നിന്നുള്ള കൺസെപ്റ്റുകളിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ചാപ്റ്ററുകളിൽ നിന്നുള്ള കൺസെപ്റ്റും അതിൻ്റെ ഉള്ള ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി 3 ക്ലാസ് മിക്സഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അതും 1 മണിക്കൂർ വീതമുള്ള 3 ക്ലാസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ഇതിൻ്റെ ഗുണം എല്ലാവരും ഏറ്റെടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എല്ലാം പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസുമാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരു പേനയും പേപ്പറും എടുത്ത് സ്വന്തമായിട്ടൂടെ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസ് പറയുന്ന കൺസെപ്റ്റുകൾ നോട്ടായിട്ടും എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇത് ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. NTPCക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാസ് നോക്കി നടക്കുന്ന ആൾക്കാർ കുറേ പേര് കാണും. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ചെടുക്കാവുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് എടുത്ത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫുള്ള് കൺസെപ്റ്റുകളും കാര്യങ്ങളും എല്ലാ ലെവലിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ആൻസർ എൻ്റെ അടുത്ത് പറയുക. യെസ്, ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരാം. ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് വായിച്ച് നോക്കുക. യെസ്, ഓക്കെ. നമുക്ക് ചെയ്യാം. The radius of the base of a conical tent is 9 meter and its height is 12 meter. Find the cost of the material needed to make it if its cost 100 per pi meter square. 100 per pi meter square. അതായത് ഒരു പൈ മീറ്റർ സ്ക്വയറിന് 100 രൂപയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ മിക്സഡ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസെപ്റ്റും പഠിക്കും, എന്താണ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പഠിക്കും. അതിൻ്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിന്റെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ നോക്കേ, റേഡിയസ് ഓഫ് എ ബേസ് ഓഫ് എ കോണിക്കൽ ടെന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോണിനെ പറ്റി പഠിക്കാം. കോൺ എന്ന് പറഞ്ഞാൽ ഏത് ഫിഗറിലിരിക്കും, ഏത് ഷേപ്പിലിരിക്കും? പിരമിഡ് ആണ്. അതായത് ഈ ഒരു ഷേപ്പിലിരിക്കും. പിരമിഡിന്റെ ഇതിൽ വരുന്നതാണ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? കോണിനകത്ത് ഒരു ബേസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസ് എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പിലായിരിക്കും? ഒരു വൃത്തമായിരിക്കും. അതായത് സർക്കുലർ ഷേപ്പിലായിരിക്കും അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസിന് എന്ത് കാണും? ഒരു റേഡിയസ് കാണും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തന്നെ ഇതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇതേ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് റിവിഷൻ പോലെ അത് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ കോണിനകത്ത് എന്തും കാണും? ഒരു ഹൈറ്റിനെ നമ്മൾ H എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട ഫോർമുലാസ് എന്തൊക്കെയാണ്? വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 പൈ r² H ആണ്. അപ്പോൾ പൈ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, പൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 22/7 ആണ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിലെ റേഡിയസ് ആണ്. H എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ആണ്. ഡെയിലി കാൽക്കുലേഷന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയും, ഈ ക്ലാസ്സിലും പറയുവാണ്. സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് എല്ലാവരും കാണുക, കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് അത് നിർത്തിയവരാണെങ്കിൽ വീണ്ടും തുടങ്ങുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു പ്രോസസ്സിൽ. ഇപ്പോൾ RPFന്റെ SIയുടെ എക്സാം കഴിഞ്ഞു, അത് നല്ല കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാംസിനകത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷന് സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റൂ. അത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും വരുന്നതല്ല. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നിങ്ങളുടെ എഫേർട്ടിന്റെ റിസൾട്ട് ആണ്. അതുകൊണ്ട് ഡെയിലി കാൽക്കുലേഷന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ വർക്ക് അതായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി കോണിന്റെ. അതുപോലെ തന്നെ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ചുറ്റുമുള്ള ഏരിയ, താഴത്തെ ഏരിയ വേണ്ട, ചുറ്റുമുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും. ഇവിടെ കർവ്ഡ് സർഫസ് അല്ല, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും. യെസ്, ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഈ ഹൈറ്റിനെയാണ്, ഇവിടെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ L ആണ്, സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ അത് L എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൈ ഇൻറ്റു R ഇൻറ്റു L, ഇതാണ് നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും?
ടോട്ടൽ സർഫസ് ഏരിയ പൈ ആർ എൽ എന്തായാലും വരും, അതിന്റെ കൂടെ ഈ താഴത്തുള്ള ഏരിയയും കൂടെ വരും. പൈ ആർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ഏരിയ ആണ്. താഴത്തുള്ള ഏരിയ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കോണിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 9 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, 12 ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നീഡഡ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ ആ ഒരു കോണിക്കൽ ടെന്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിന്റെ എന്ത് വേണം? കോസ്റ്റ് വേണം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഏരിയ. ഇവിടെ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ യൂണിറ്റ് ആണ്. അതായത് ഒരു തുണി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുണ്ടാക്കുന്നത് വെച്ചോ, മെറ്റീരിയൽ ഒരു തുണി വെച്ചാണ് നമ്മൾ ഈ കോണിക്കൽ ടെന്റ് ഉണ്ടാക്കുന്നത് വെച്ചോ. അപ്പോൾ കോണിക്കൽ ടെന്റ് ഉണ്ടാക്കാൻ എന്ത് മതി? ഈ താഴത്തെ പോർഷനകത്ത് തുണിയൊന്നും വേണ്ട, താഴെ തറയായിരിക്കും. ജസ്റ്റ് ഈ ഒരു ചുറ്റുമുള്ള ആ ഏരിയ ആണ് നമ്മൾ ഈ തുണി കൊണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഈ മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ തുണിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും നമ്മളുടെ ആ ഒരു തുണിയുടെ ഏരിയ എന്ന് പറയുന്നത്. കാര്യം ആ തുണി കൊണ്ടാണ് നമ്മൾ സൈഡുകൾ ഉണ്ടാക്കുന്നത്. താഴത്തെ ഏരിയ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും നമുക്ക് വേണ്ടുന്ന തുണിയുടെ വേണ്ടുന്ന മെറ്റീരിയലിന്റെ ഏരിയ എന്ന് പറയുന്നത്. മെറ്റീരിയലിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? പൈ ആർ എൽ ആണ്. പൈ ഉണ്ട് 22/7. നമുക്കിവിടെ പൈ 22/7 എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ ഓൾറെഡി പൈ മീറ്റർ സ്ക്വയറിന്റെ വിലയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പൈ അതുപോലെ ഇടാം. റേഡിയസ് എത്രയാണ് ഇവിടെ? 9 ആണ്. റേഡിയസ് 9 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെൻ എടുക്കാതെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പെൻ എടുക്കാതെ ചെയ്യുന്നത്? ഇത് ഈ ക്വസ്റ്റ്യൻ എന്തല്ല, ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെൻ എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ബാക്കി എവിടെയും കിട്ടത്തില്ല ഇങ്ങനെ. ഒന്നുകിൽ ഇത് പറഞ്ഞു പോകും. ഇനി ഞാൻ വിചാരിച്ചു എനിക്ക് കൺസെപ്റ്റോടെ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു എൽ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ്, ഈ സൈഡിലുള്ള ഈ ഹൈറ്റിനാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. അതായത് എൽ സ്ക്വയർ, ഇവിടെ 6, ഇവിടെ എച്ച്, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുന്നത്. എല്ലിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് പോലെ. എൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും റൂട്ട് ഓഫ് 9 സ്ക്വയർ 81 പ്ലസ് 12 സ്ക്വയർ 144. അതായത് റൂട്ട് 225 15 എന്ന് കിട്ടും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 9, 12, 15 ആണ് നമ്മളുടെ ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്. ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് എന്താ? 3, 4, 5നെ 3 കൊണ്ട് വിളിച്ചേക്കുക. എല്ലായിടത്തും 3 കൊണ്ട് വിളിച്ചേക്കുക. ഇതാണ് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്. ട്രിപ്ലറ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഇവിടെ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ട്രിപ്ലറ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതൊന്നും എഴുതേണ്ട കാര്യമല്ല. ഇതൊന്നും നിങ്ങൾക്ക് എഴുതി ചെയ്യാനോ, ഈ ക്വസ്റ്റ്യൻ പെൻ എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ബുക്കിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഇതല്ല, നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യരുത്, ഇത് പേന എടുക്കാതെ തന്നെ ചെയ്യണം. ഇതാണ് ഞാൻ നേരെ ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സ്പീഡാണെന്ന് തോന്നും, അല്ലെങ്കിൽ സ്പീഡാണെന്ന് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യെസ്, അപ്പോൾ കുഴപ്പമില്ല. 9, 12 വന്നു കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? 15 ആയിരിക്കും. അത് ട്രിപ്ലറ്റ് ആണ്. 9ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ കൂട്ടുന്നതാണ് 15ന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റിന് വരെ എന്ത് കൊടുക്കാം? 15 കൊടുക്കാം. ഒന്നും പേന വേണ്ട. അതായത് 135 പൈ ആണ് നമ്മളുടെ ആ ഒരു തുണിക്ക് വേണ്ടുന്ന മെറ്റീരിയലിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു പൈ മീറ്റർ സ്ക്വയറിന്. അപ്പോൾ പൈ ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. മീറ്റർ ആണ്. അപ്പോൾ പൈ മീറ്റർ സ്ക്വയറിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. എന്നാൽ 135 പൈ മീറ്റർ സ്ക്വയറിന്റെ വില എത്ര വരും? പൈയെ 135 കൊണ്ട് ഗുണിക്കുന്നു. അപ്പം 100നെയും 135 കൊണ്ട് ഗുണിക്കും. 135,000. ഓപ്ഷൻ ഡി ആൻസർ ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾ ഇത്രയും എഴുതി ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും എഴുതി നിങ്ങൾ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾ ചെയ്യുന്നത്, നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. റേഡിയസ് 9 ആണ്, ഹൈറ്റ് 12 ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നീഡ് ടു മേക്ക് ഇറ്റ് ഇഫ് ഇറ്റ്സ് കോസ്റ്റ് 100 per പൈ മീറ്റർ സ്ക്വയർ. അപ്പോൾ പൈ അവിടെ ഉണ്ട്, 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ആണെന്ന് മനസ്സിലായി. പഠിച്ചിട്ട് പോകണം, പഠിക്കണം. പൈ RL ആണ്. അപ്പോൾ പൈ ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് പറഞ്ഞാൽ ഇവിടെ 9 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പൈക്ക് വേണ്ടി 100 രൂപയാണ്. അപ്പോൾ പൈക്ക് 100 രൂപയാണെങ്കിൽ എന്നാൽ പൈയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൂടെ എന്ത് ചെയ്യണം? ആ ഒരു 100ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. കാര്യം ഇവിടെ പൈക്ക് 100 രൂപയാണ്. അപ്പോൾ പൈക്ക് 100 കൊടുത്താൽ ബാക്കി 135 × 100, അതാണ് ആൻസർ വന്നത്. അപ്പോൾ പൈ മീറ്റർ സ്ക്വയറിന് 100 രൂപ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. പൈയുടെ സ്ഥാനത്ത് 100 വരും. ബാക്കി വരുന്നതിനകത്ത് 6 ഉണ്ട്, റേഡിയസ് ഉണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ ഓൾവേസ് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ഇതിനകത്ത് 4, 5, 9, 10. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 4 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 6 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 5, 3, 8, 1, 9. സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അതായത് ഈ ഒരു 135,000 എന്ന് പറയുന്നത് എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഒറ്റ ആൻസറേ ഉള്ളൂ അങ്ങനെ 9ന്റെ മൾട്ടിപ്പിൾ. നമ്മൾ എന്ത് ചെയ്യും? പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകും. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്തിട്ട് പോയാൽ നിങ്ങൾ എന്താണ്? നിങ്ങളുടെ അവിടുത്തെ സമയം പോയി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയം കൊണ്ട് അടുത്ത ആൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയും. അപ്പോൾ അതാണ്
ഈ ഒരു ക്ലാസ്സുകളിലൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പേന എടുക്കാതെ ചെയ്യുന്ന മെത്തേഡ്സ് എന്നുള്ളത്. യെസ്, ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ വന്നാൽ മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ 9 മൾട്ടിപ്പിൾ അല്ല, കിട്ടുന്നില്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, പൈ ഇൻറ്റു റേഡിയസ് 9 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 9, 12 കണ്ടു കഴിഞ്ഞാൽ 3, 4, 5 അതാണ് റേഷ്യോ. 3, 4, 5 ട്രിപ്ലറ്റ് ആണ്. നമ്മുടെ റേഡിയസും ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും ട്രിപ്ലറ്റ് ആണ്. അതും അറിയണം, ഈ ഒരു കൺസെപ്റ്റ് അറിയണം. അപ്പോൾ 12, 9 എല്ലാം എത്രയായിരിക്കും, 15, 15, 9, 135. അപ്പോൾ പൈ റേഡിയസിന് 100 ആയതുകൊണ്ട് 135ന് 135 പൈക്ക് 135 ഗുണം 100, 13,500 രൂപയായിരിക്കും ആ ഒരു ടെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് എടുക്കുന്ന ചിലവെന്ന് പറയുന്നത്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് അതിനനുസരിച്ച് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്തേ, കുറച്ച് സമയം തരാം. ചെയ്തേ, ചെയ്യാം. ഈ 3x + 2y വാല്യൂ 13 ആണ്. y² - 4y + 4ന്റെ വാല്യൂ 0 ആണ്. ഫൈൻഡ് x, y. അപ്പോൾ നമുക്ക് എന്ത് വേണം, എക്സിൻ്റെ വൈയുടെ വാല്യൂ വേണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. a - b² a + b² അല്ല, a² + b² - 2ab. a + b² വേണ്ടുന്ന ഈ ക്വസ്റ്റിന് വേണ്ടുന്ന ഫോർമുലാസിന് എഴുതാം, അല്ലെങ്കിൽ ഫുൾ ചാപ്റ്ററിലും പഠിക്കേണ്ടി വരും. ഓൾജിബ്രയൊക്കെ ക്ലാസ് ഓൾറെഡി ഇവിടെ ചാനലിലുണ്ട്. നിങ്ങൾ ഓൾജിബ്ര ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ചാപ്റ്ററും ചെയ്തിട്ടുണ്ട്. a² + b² + ab ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ന് നോക്കി ഈ ഒരു സംഭവത്തെ ഈ ഒരു സംഭവത്തെ ഒന്ന് നോക്കിയേ, y² + 4y + 4. അപ്പോൾ ഇതിനെ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വൈയുടെ സ്ക്വയർ ഉണ്ട്, 2ന്റെ സ്ക്വയർ ആണ് 4, മൈനസ് 2 × 2 × y, അതായത് y - 4ന്റെ y - 4 ആണോ y - 2ന്റെ y - 2ന്റെ സ്ക്വയർ ആണ് എഴുതി വെച്ചേക്കുന്നത്. y - 2ന്റെ സ്ക്വയർ. ഇത് എക്സാമിന് പോയി കാണുമ്പോഴല്ലേ ഇതൊന്നും മനസ്സിലോട്ട് വരുന്നത്. പ്രാക്ടീസ് ചെയ്താണ് ഇങ്ങനെ വരുന്നത്. y - 2ന്റെ ഹോൾ സ്ക്വയർ ആണ് എഴുതി വെച്ചേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. അതായത് a² ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ y² പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ b², അതാണ് 2ന്റെ സ്ക്വയർ 4 എഴുതിയിരിക്കുന്നു, പ്ലസ് മൈനസ് 2 × a × b മൈനസ് 2 × a എന്ന് പറഞ്ഞാൽ y ആണ്, 2 × y × 2 അതാണ് -4y എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് y - 2 ഹോൾ സ്ക്വയർ = 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ y - 2 × y - 2 0 എന്ന് പറയുന്നത്. അപ്പോൾ y - 2 × y - 2 0 ആണെങ്കിൽ രണ്ടും എന്തായാൽ പറ്റൂ, y - 2 എന്ന് പറഞ്ഞാൽ 0 ആയേ പറ്റൂ, രണ്ടിൻ്റെ പ്രോഡക്റ്റ് 0 ആയേ പറ്റൂ. അപ്പോൾ y - 2 0 ആണ്, y എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. -2 അപ്പുറത്ത് പോയാൽ, അല്ലെങ്കിൽ yക്ക് 2 ഇവിടെ തരാം, നമുക്ക് എന്ത് വരത്തുള്ളൂ, 2 - 2 0 വരത്തുള്ളൂ. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി, നമുക്ക് 2 എന്ന് കിട്ടി. y 2 ആണ്, രണ്ട് സ്ഥലത്ത് y 2 ആണ് വന്നത്. y 2 ആണെങ്കിൽ അതെടുത്ത് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 3x അതേപോലെ പ്ലസ് 2 × y. 2 × y എന്ന് പറയുമ്പോൾ 2 × 2 4 = 13. 3xൻ്റെ വാല്യൂ നമുക്ക് 13 - 4 9 വന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, 3,2. എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 2 ആണ്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ എക്സാമിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, എക്സാമിന് ഇത് കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങളുടെ എഴുതേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. y² - 4y + 4 കണ്ടു, y - 2 = 0 ആണ്, y 2 ആണ്. y 2 ആണ്, അവിടെ നിങ്ങൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല, രണ്ട് ഓപ്ഷനിലുണ്ട്. ഒരു ഓപ്ഷനിലുള്ളതെങ്കിൽ അത് കൊടുക്കാറുണ്ട്. y 2 കൊടുത്ത് ഇവിടെ 4 വരും, 13 4 9 9/3 3. ഒരു പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും, കുറേ പേര് പേന എടുക്കാതെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, ആരെങ്കിലും ഇത് പേന എടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് എഴുതി പഠിച്ചോളാം. ഇതെങ്ങനെയാണ് പേനെന്ന് എഴുതി പഠിച്ചോളാം. എന്നിട്ട് സ്വന്തമായിട്ട് ഒരു വട്ടം പേന എടുക്കാതെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ മൈൻഡിൽ നമ്മൾ പ്രാക്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് പേന എടുക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഇപ്പോഴേ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തത് ട്രിഗ്നോമെട്രി. അപ്പം നമ്മൾ ആദ്യമേ മെൻസ്ട്രുവേഷനിലെ ക്വസ്റ്റ്യൻ ചെയ്തു, ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അടുത്തത് ട്രിഗ്നോമെട്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഓരോരോ തോട്ട് പ്രോസസ്സാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഓരോ ക്വസ്റ്റ്യനും കൊണ്ടുവരുന്നത്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യുക, ഇതുകൂടെ ഉൾപ്പെടുത്തും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ, ട്രൈ ചെയ്തിട്ട് ആൻസർ കിട്ടുമെന്ന് നോക്കേ.
2 sin y പ്ലസ് കോസ് വൈയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ വൈ. നമുക്ക് ടാനിന്റെ വാല്യൂ വേണം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ട്രിഗ്നോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ദിശ ചാനലിലുണ്ട്. ട്രിഗ്നോമെട്രി ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ബേസ് ആയിട്ടുള്ള ഫുൾ ബേസ് മുതൽ ബേസിക് മുതൽ ഉള്ള ഇക്വേഷൻസ്, എല്ലാ ഇക്വേഷൻസും എന്താണ് സംഭവം, എന്താണ് റേഷ്യോസ്, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായിട്ട് അത് കണ്ടു തീർക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഏത് കിട്ടും ആൻസർ? സ്വന്തമായിട്ട് ചെയ്ത ഒരു ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ്, ഒന്ന് പറഞ്ഞേ. യെസ്, ചെയ്യാം നമുക്ക്. ഇവിടെ നോക്കേ, 2 sin y പ്ലസ് കോസ് വൈയുടെ വാല്യൂ √5 sin y. അപ്പോൾ നമുക്കിവിടെ ടാൻ തീറ്റ ടാൻ വൈ ആണ് വേണ്ടത്. അപ്പോൾ ടാൻ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ എന്ന് പറഞ്ഞൊരു റേഷ്യോ ആണ്. അതെന്താണെന്നൊക്കെയുള്ള കാര്യം ഈ ഒരു ക്ലാസ് കണ്ടാൽ 2 ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ടാൻ വൈ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ ആണ്. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു, റേഷ്യോ ആണ്. ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മളുടെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എ ബൈ സിയെ നമ്മൾ സൈൻ എന്ന് പറയും. സൈൻ ഓഫ് ആംഗിൾ തീറ്റ വെച്ചാണെങ്കിൽ ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ്, അടുത്തുള്ള സൈഡ് ബി ആണ്. തീറ്റ വെച്ച് നോക്കുമ്പോൾ ഹൈപ്പോട്ടനസ് സി ആണ്. ഇപ്പോൾ ബി ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയാണ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ റേഷ്യോ എ, കോസ് റേഷ്യോ എ ബൈ സി ബൈ ബി ബൈ സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബൈ ബി കിട്ടും. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡിനോട് ഡിവൈഡ് ചെയ്താൽ ഈ ടാൻ കിട്ടും. ഈ ടാനിന്റെ റെസിപ്രോക്കലാണ് കോട്ട് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കോട്ട് തീറ്റ. ഇനി സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ 1 ബൈ സൈൻ, അതാണ് കൊസീക് തീറ്റ. 1 ബൈ കോസ് ആണ് സീക് തീറ്റ എന്ന് പറയുന്നത്. യെസ്, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും മിക്സഡ് ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? ടാൻ വൈ വേണമെന്നുണ്ടെങ്കിൽ സൈൻ ബൈ കോസ് കണ്ടുപിടിക്കണം. ടാൻ വൈ എന്ന് പറഞ്ഞാൽ സൈൻ വൈ ബൈ കോസ് വൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സൈനെ എല്ലാം ഒരു സ്ഥലത്തോട്ട് വെക്കാം, കോസിനെ എല്ലാം അവിടോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് വൈ അവിടെ നിന്നിരിക്കട്ടെ. അപ്പോൾ കോസ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? √5 sin y മൈനസ് 2 sin y എന്ന് വരും. അപ്പോൾ ഞാൻ sin y കോമൺ എടുത്തു. √5 മൈനസ് 2. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ബൈ കോസാണ് വേണ്ടത്. അപ്പോൾ 1 ബൈ √5 മൈനസ് 2 വരും. സൈൻ വൈ ബൈ കോസ് വൈ അല്ലെങ്കിൽ ടാൻ വൈ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ ഓപ്ഷനൊന്നുമില്ല. 1 ബൈ √5 മൈനസ് 2 എന്ന് പറഞ്ഞ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോഞ്ചുഗേറ്റ് കൊണ്ട് മേളിൽ താഴെ മൾട്ടിപ്ലൈ. അപ്പോൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്നുള്ള സഡ്സ് ആൻഡ് ഇൻഡിസസ്. അതും ക്ലാസ് ചെയ്തിട്ടുണ്ട്. SSC GD 2022. ഒരുപാട് ക്ലാസ്സുകൾ ഈ ചാനലിൽ കിടപ്പുണ്ട് മാത്സിൻ്റെ, ഒരുപാട്. അപ്പോൾ എന്ത് ചെയ്യണം? മേളിലും താഴെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കോഞ്ചുഗേറ്റ്, അതായത് ഇപ്പം √5 മൈനസ് 2 ആണെങ്കിൽ √5 പ്ലസ് 2 കൊണ്ട് മേളിലും താഴെ ഗുണിക്കണം. കാര്യം അടിയിൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഞാൻ കോഞ്ചുഗേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ റെയിൽവേ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ, ഈ വീഡിയോ കിടക്കുന്ന പ്ലേലിസ്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റും 2ാമത്തെ ക്ലാസ്സിൽ കോഞ്ചുഗേറ്റ് കൊണ്ടുള്ള ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള സാധനങ്ങൾ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മേളിലും താഴെ ഞാൻ √5 മൈനസ് 2ൻ്റെ കോഞ്ചുഗേറ്റ് √5 പ്ലസ് 2, മൈനസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് കൊടുക്കാം. √5 പ്ലസ് 2 മേളിൽ, താഴെ √5 മൈനസ് 2 ഇൻറ്റു √5 പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമുക്ക് ടാൻ വൈ. അപ്പോൾ മേളിൽ എന്ത് തന്നെ? √5 പ്ലസ് 2 തന്നെ. താഴെ എന്ത് വരും? √5 മൈനസ് 2 ഇൻറ്റു √5 പ്ലസ് 2. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമിൽ എന്താണ്? a പ്ലസ് ബി, 2 സംഖ്യകളുടെ തുകയും 2 സംഖ്യകളുടെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? a² മൈനസ് b² ആണ്. ഏതെങ്കിലും വാല്യൂ ഒക്കെ ഇട്ട് ചെയ്ത് നോക്കാം. ഓൾജിബ്രയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്ത് കിട്ടും? താഴെ √5ൻ്റെ സ്ക്വയർ 5 മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്ക്വയർ 4. അപ്പോൾ അടിയിൽ എന്ത് വരും? 1 വരും. അതായത് √5 പ്ലസ് 2, ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും എഴുതി ചെയ്യേണ്ട, ഇത്രയൊന്നും എഴുതിക്കുക, ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. കുറേ പേർക്ക് സ്പീഡ് എന്ന് പറയുന്നവർക്ക് പറഞ്ഞാണ്.
അപ്പോൾ എന്ത് ചെയ്യണം? ഇത് കാര്യം അറിയണം, കാര്യം ഇത്രയും അറിയണം. പക്ഷെ ഇതിങ്ങനെയാണോ എക്സാമിന് ചെയ്യേണ്ടത്? അല്ല, എക്സാമിന് ഇത് പേന എടുക്കാതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 sin y cos y ഉണ്ട്, sin y ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് cos y, കോസിനെ അപ്പുറത്തോട്ട് മൈനസ് ആക്കണ്ട, cos y ഈക്വൽ ടു sin y അപ്പുറത്ത് വരും √5 - 2 sin y, sin y ബൈ cos y എന്ന് പറയുമ്പോൾ 1/√5 - 2 വരും. മേലും താഴെയും ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം, √5 + 2 ഡിവൈഡ് ബൈ √5 - 2 × √5 + 2 എത്രയാണ്? 5 - 4 1 ആണ്. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി കൊടുക്കാം. ഇത് കാണുമ്പോൾ കുറേ പേര് ഇങ്ങനെ ചെയ്യും. കാര്യം CGL ഒക്കെ പഠിക്കുന്ന, SSC പഠിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യും. റെയിൽവേയിൽ തുടക്കം വന്നവർ എന്ത് ചെയ്യും? ഇത് വലിയ പാടാണെന്ന് പറഞ്ഞിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകാമായിരുന്നു, പക്ഷേ പോകത്തില്ല. പക്ഷേ എക്സാമിന് നിങ്ങൾ എന്തായിരിക്കണം? എല്ലാവരും ഇത് തന്നെ ചെയ്യണം. എക്സാമിൻ്റെ മെത്തേഡ് ഇതാണ്. ഇത് പഠിക്കുക, കാര്യം മനസ്സിലാക്കി പഠിക്കുക. പക്ഷേ എക്സാമിന് ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്? ഈ ഒരു മെത്തേഡാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ കോമ്പൗണ്ട് ടെസ്റ്റ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി കോമ്പൗണ്ട് ടെസ്റ്റിൻ്റെ ഒക്കെ ക്ലാസ് ചാപ്റ്റർ വൈസ് ചെയ്തതാണ്, ക്വസ്റ്റ്യൻസും ചെയ്തതാണ് പ്രീവിയസ്. പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ പഠിക്കാം. യെസ്, അപ്പോൾ ട്രിഗണോമെട്രി ചെയ്തു, ഓൾജിബ്ര ചെയ്തു, മെൻസുറേഷൻ ചെയ്തു, ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടില്ല. ഇത് നമ്മുടെ കോമ്പൗണ്ട് ടെസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കേ. ചെയ്തേ. ഓക്കെ, ചെയ്യാം നമുക്ക്. ഇവിടെ എന്താ പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ എ സം ഇൻവെസ്റ്റഡ് ഫോർ 3 years at 20% compound interest per annum compounded annually and 20% simple interest per annum for the same period is 448. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് സം ഇൻവെസ്റ്റ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ടെസ്റ്റ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കോമ്പൗണ്ട് ടെസ്റ്റിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞു. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ദയവായിട്ട് ആ ക്ലാസ് കാണണം. SSC/GD കോമ്പൗണ്ട് ടെസ്റ്റ് ക്ലാസ് ഉണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ബേസ് ആണത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ എ സം ഇൻവെസ്റ്റഡ് ഫോർ 3 years 20% കോമ്പൗണ്ട് ടെസ്റ്റ്. അപ്പോൾ അതായത് 20% വെച്ച് കോമ്പൗണ്ട് ടെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 3 വർഷം കൊണ്ട് കിട്ടിയ ഇൻട്രസ്റ്റ്, 3 ഇയേഴ്സിൽ കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തിലായിരിക്കും ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്? പ്രിൻസിപ്പിൾ, ആദ്യം ഇട്ട പ്രിൻസിപ്പിളിലായിരിക്കും. അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ മെത്തേഡ് പറഞ്ഞുതരാം. എന്നിട്ട് പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇവിടെ നോക്ക്, അപ്പോൾ 20% വെച്ച് 3 വർഷം ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ടെസ്റ്റിൽ വരുന്ന ഇൻട്രസ്റ്റും 20% വെച്ച് തന്നെ അതേ സെയിം പീരീഡിൽ 3 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 448. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, ഓരോ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് 20% പെർ ആനം, ഒരു വർഷം 20% ആണെന്ന് പറഞ്ഞാൽ റേറ്റ് 3 വർഷം എന്ത് തന്നെ ആയിരിക്കും? സെയിം 20 വെച്ചായിരിക്കും. അപ്പോൾ 20 × 3 60% ഓഫ് പ്രിൻസിപ്പിൾ ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിൽ തർക്കമൊന്നുമില്ല, സെയിം സമ്മാണ്. എന്നാൽ കോമ്പൗണ്ട് ടെസ്റ്റിൽ 20% വെച്ച് 3 വട്ടം, അത് നിങ്ങൾ എങ്ങനെ പഠിച്ചു, നിങ്ങൾ കോമ്പൗണ്ട് ടെസ്റ്റിനെ എങ്ങനെ പഠിച്ചു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം 20 സക്സസീവ് ആയിട്ട് എടുക്കുക, A+B+AB/100 വെച്ച്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പെർസെൻറ്റേജ് പഠിക്കാതെ കോമ്പൗണ്ട് ടെസ്റ്റും സിമ്പിൾ ടെസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സക്സീവ് എടുക്കുമ്പോൾ 44 കിട്ടും. 20 + 20 40, 20 × 20/100 4. പിന്നെ ഈ 47 20 സക്സീവ് ചെയ്യുക. 47 + 20 64 പ്ലസ് 47 × 20/100 880/100 8.8 കൂട്ടി 72.8% ആയിരിക്കും 3 വർഷത്തെ 20% എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ മാത്രം പഠിച്ചവർ. ഇനി 20% എനിക്ക് എങ്ങനെ എഴുതാം? 20% 3 വട്ടം ചെയ്യുവാണെങ്കിൽ, ഒരു വട്ടം 20% ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, പക്ഷേ ഇത് കാര്യം അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റൂ. 1.2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? 120% ആവും. അതായത് 120/100 ആവും. സക്സസീവ് ഇൻക്രീസ് ആണിത് പെർസെൻറ്റേജിൽ. അത് പെർസെൻറ്റേജ് ക്ലാസ് നിങ്ങൾ കണ്ടേ പറ്റും, വേറൊരു വഴിയില്ല അത് പഠിക്കാം. ഇത് പേന എടുക്കാതെ കണ്ടുപിടിക്കാം. 72.8 1.2 1.2 1.2 12 ക്യൂബ് 1728 ഡെയിലി എഴുതുന്നത്. അത് 1.728 ആവും.
അതായത് ഒന്നെന്ന് പറയുന്ന വാല്യൂ 1.728 ആവും, അതായത് 0.728 കൂടി. അപ്പോൾ അത് പെർസെൻറ്റേജിലാക്കാൻ വേണ്ടി ഇനി 100 കൊണ്ട് ഗുണിക്കുക, അതായത് 72.8% ഇൻക്രീസ് ചെയ്തു. ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ 1.3 30% 3 വട്ടം കൂടിയാൽ എത്രയാണ്? 119.7% കൂടുന്നത്. എങ്ങനെ കിട്ടുന്നത്? 1.3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2197. ഒന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് 2.197 ആയി. അതായത് 1.197 ഫ്രാക്ഷനിൽ കൂടി, അതായത് 119.7% കൂടി. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേഷൻ അല്ലെങ്കിൽ കാര്യം പഠിക്കേണ്ടി വരും. കറക്റ്റായിട്ട് ബേസ് വഴി പെർസെൻറ്റേജ് പഠിച്ച് ആ ഒരു ലെവലിൽ തന്നെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ട് പഠിക്കേണ്ടി വരും. ഓൾറെഡി യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഇത് കാണാം. അല്ലെങ്കിൽ ഫുള്ള് വേണമെങ്കിൽ ക്ലാസ് എടുത്ത് കാണാം. എങ്ങനെയായാലും നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ 20% വെച്ച്, അല്ലെങ്കിൽ ഫോമുല ഉണ്ട് 20% 3a a ക്യൂബ് 3a a സ്ക്വയർ a ക്യൂബ്, ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്. അങ്ങനെ കുറേ ഫോമുലാസ് വെച്ച് നമുക്ക് ചെയ്യാം. ഈ എക്ക് വരെ 20 കൊടുത്ത് ചെയ്യാം. ഇത് വേണ്ട, ഇത് നിങ്ങളിപ്പം ഫോമുല ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ പോട്ടെ. സക്സീവ് വെച്ച് തന്നെ ചെയ്തെന്ന് വെച്ചോ. അല്ലെങ്കിൽ ഈ ഒരു വഴി 20% വെച്ച് 3 തവണ എത്ര ശതമാനമാവും ഇൻട്രസ്റ്റ്? പ്രിൻസിപ്പളിൻ്റെ എത്ര ശതമാനമാവും? പ്രിൻസിപ്പളിൻ്റെ 72.8% ഓഫ് പ്രിൻസിപ്പളാണ്. അപ്പോൾ ഇവിടെ 60% ഓഫ് പ്രിൻസിപ്പളാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അത് 72.8% ആവും. അപ്പോൾ എത്രയാണ് ഇവരുടെ ഡിഫറൻസ്? എത്ര ശതമാനം ഓഫ് പ്രിൻസിപ്പൾ ആയിരിക്കും? 60ഉം 72.8ഉം 12.8% ആയിരിക്കും ഡിഫറൻസ്. അപ്പോൾ 12.8% ഓഫ് പ്രിൻസിപ്പൾ ആണ്. അതിൻ്റെ വാല്യൂ ആണ് 448. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സം? അതായത് പ്രിൻസിപ്പൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പളിൻ്റെ 100% അറിയാം. അപ്പോൾ പ്രിൻസിപ്പൾ ഇതൊക്കെ മനസ്സിലാൻ വേണ്ടി എഴുതിയാണ്. ഇവിടെ 128 ഗുണം 4 എഴുതിയിരിക്കുന്നത്. അല്ലല്ലോ, 128 ഗുണം 4 അല്ല, 4 പോകത്തില്ല. 4 പോകും. 4 ആകുമ്പോൾ എത്ര ആവും? 40, 450. അപ്പോൾ 3നും 4നും ഇടയ്ക്കാണ്. ഞാൻ ആൻസർ 3.5 ആൻസർ കൊടുക്കും. അപ്പോൾ 448 എന്ന് പറയുന്നത് 12.8ൻ്റെ അല്ലെങ്കിൽ 128ൻ്റെ മേലും താഴെ ഒരു പെർസെൻറ്റേജ് ഇതും പോയി, മേലും താഴെ ഒരു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 448/128 എന്ന് പറയുമ്പോൾ ഇപ്പം എന്ത് ചെയ്യാം? ഇതേ ഗുണം 2 ചെയ്താൽ 256. 256 കൂടെ ഇതിൻ്റെ 3 ചെയ്താൽ 3 ചെയ്യുക. 128 ഗുണം 3 ചെയ്താൽ 384. 384ൻ്റെ കൂടെ 128ൻ്റെ പകുതി 64 കൂട്ടുന്നതാണ് 488. അതായത് 3.5 ആണ്. 3ഉം അതിൻ്റെ പകുതി 3.5. ഇവിടെ ആൻസർ പറഞ്ഞാൽ 35 കഴിഞ്ഞിട്ട് കുറേ പൂജ്യങ്ങളായിരിക്കും. 35 കഴിഞ്ഞിട്ട് കുറേ പൂജ്യം ഉണ്ട് ഓപ്ഷൻസ്. നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാം. 4 വെച്ച് വെട്ടി ചെയ്യാം. 4 വെച്ച് വെട്ടുക, ഇതിനെ 4 വെച്ച് വെട്ടുക. ഇപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് 3നും 4നും ഇടയ്ക്കായിരിക്കും ആൻസർ. 3നും 4നും ഇടയ്ക്ക് ഇതുമുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 3500. അതായത് 3500 രൂപയാണ് ഇനിഷ്യലി ഇട്ടിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഞാൻ 2 മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു. സക്സസീവ് വെച്ച് എങ്ങനെ എഫക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു മൾട്ടിപ്ലൈങ് ഫാക്ടർ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും ഇതിന് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഈ എക്സാമിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ CGL ലെവലിൽ പഠിക്കുന്ന ഒരാൾ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റൻ ചെയ്യേണ്ടത്? 20% വെച്ച് 3 വർഷം. 20% വെച്ച് 3 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 72.8 ആണ്. 1.2 × 3 ആണ്. ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. 72.8 അവിടെ ഉണ്ട്. 3 വർഷം 60% ആണെങ്കിൽ 12.8. 12.8ൻ്റെ വാല്യൂ ആണ് 448. നമുക്ക് വേണമെങ്കിൽ DT സം അപ്ലൈ ചെയ്യാം. 12.8ൻ്റെ വാല്യൂ ആണ് 448 തന്നിട്ടുണ്ട്. നമുക്ക് 100% വേണം. അടിയിൽ എന്ത് വരും? DT സം 2 വരും. 819 DT സമ്മിൻ്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ RPF SIയുടെ ഒക്കെ ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം. DT സം എല്ലാം അപ്ലൈ ചെയ്തേ പറ്റൂ. ഇവിടെ 2 വന്നു, മേലെ താഴെ 5 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 12, 16, 7 ആണ്. 7, 5, 35, 8 വരും. DT സം 8 വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്. 12, 3, 15, 6. ഇതല്ല 4 അല്ല 8 ആണ്. 8 വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്. ഇതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ എഴുത്തൊന്നും വേണ്ട. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. DT സം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വഴി ചെയ്യാം. ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ട് കമൻറ്റായിട്ട് പറയുന്നില്ല. യെസ്, അടുത്ത് പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എല്ലാവരും പറഞ്ഞ ആൻസർ. നമ്മൾ എല്ലാ ടൈപ്പ് ചാപ്റ്ററിലൂടെയും പോവുകയാണ്. യെസ്, പറഞ്ഞു. ഇത് പ്രീമിയർ ചെയ്യുകയായിരിക്കും. നിങ്ങൾ പറയുന്ന ആൻസർ ഞാൻ കാണത്തില്ല, എന്നാലും ആൻസർ പറയാം. പറഞ്ഞേ.
എന്ത് ആൻസർ? ഇഫ് 23.5 23% ഓഫ് എ നമ്പർ ഇതാണെങ്കിൽ വാട്ട് ഇസ് എ നമ്പർ? അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ 100% നമ്പറിൻ്റെ 23% ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യുന്നത്? ഞാൻ ആദ്യം ഡീറ്റെയിൽ വഴി കാണിച്ചു തരാം. 23.5% ഓഫ് നമ്പർ എന്ന് കൊടുക്കാം. അതാണ് 11.75. നമുക്ക് എന്ത് വേണം? നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ 100% ഓഫ് നമ്പറാണ്. അപ്പോൾ നമ്മളുടെ ബേസിക് മെത്തേഡാണ് അവരുടെ ഷോർട്ട് കട്ട്, വേറെ ആൾക്കാർ പഠിപ്പിക്കുന്ന ഷോർട്ട് കട്ട്. ഇവിടെ നോക്കേ, അല്ലെങ്കിൽ ബുക്കിൽ കിടക്കുന്ന ഷോർട്ട് കട്ട് അത് നോക്ക്. പെർസെൻറ്റേജ് ഇത് 23-11.75. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ? 235-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഡെയിലി കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്പേഴ്സിനെ അറിയണം. 235-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 205 1000-ഉം 35 175. അതാണ് 1775. അതായത് നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കുവാണ്? 5 കൊണ്ട് ഗുണിക്കുവാണ്. അപ്പം നമ്മുടെ ആൻസറിനകത്ത് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ബാക്കി പൂജ്യങ്ങളായിരിക്കും. 0 ചിലപ്പോൾ 1 0 ആവാം, 2 0 ആവും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷനേ ഉള്ളൂ. അല്ലാത്തൊരു എന്ത് ചെയ്ത് 11 പോയിന്റ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് മുന്നേ ഈ കാൽക്കുലേഷൻ ചെയ്തിരുന്നത് എന്നൊന്ന് വിചാരിച്ചാൽ 11.75/23.5 ഇൻറ്റു 100 ചെയ്യണം. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 11.75 വരും, ഒരു 0 കൊടുത്തു, 235. ഇനി എന്ത് ചെയ്യും? 5. ഇത് ചെയ്യണോ? ഇത് നോക്കി. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എക്സാമിന് ചെയ്യേണ്ടത്? 23% ഇതാണ്. ഇത് കാണുമ്പോൾ തന്നെ 5% എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസറിനകത്ത് 5 കാണും. ഓപ്ഷൻ എ കൊടുക്കാം. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് 100-ന്റെ വാല്യൂ ആണ്. അപ്പോൾ ഇത് 100/23 അല്ലെങ്കിൽ ഡിജിറ്റ് സം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാര്യം അതിൻ്റെ 5 മടങ്ങാണ്. 235 1175 100-ന്റെ വാല്യൂ ആണ്. ഡിജിറ്റ് സം ഒക്കെ 8 2 10 1 2 9 5. ഡിജിറ്റ് സം 5 വരും. ഓപ്ഷനകത്ത് ഒറ്റ ഓപ്ഷനിലൂടെ ഡിജിറ്റ് സം 5 ഉള്ളത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വേഗത്തിൽ തന്നെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന റെയിൽവേക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. മീനും മീഡിയനും മോഡും ഒക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത് നോക്കി. ശരി, ഇവിടെ എന്താ പറയുന്നത്? ദ മീൻ ഓഫ് ദ ഒബ്സർവേഷൻസ് 29 36 21 7 19 K, ഈസ് 21.25 2 K ഉണ്ട്. മോഡ് ഓഫ് ദ ഒബ്സർവേഷൻ ഇത് ഈസ് 29. ഫൈൻഡ് ദ വാല്യൂ P മൈനസ് K ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ആണ്. അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ വഴി പറയാം. മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആവറേജ് ആണ്. സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. സം ബൈ നമ്പറാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. സം എത്ര വരും? ഇത് കാൽക്കുലേഷൻ സ്പീഡ് ചെയ്തേ പറ്റും. ഇതിനെ ബേസിക് എന്ന് പറഞ്ഞാൽ 2 29 36 9 15 1 ഇങ്ങനെ ഞാൻ ഒരിക്കലും കൂട്ടത്തില്ല. കാൽക്കുലേഷൻ ഡെയിലി ചെയ്യുക. കാൽക്കുലേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 29 36 ഇങ്ങനെ തന്നെ കൂട്ടുക. 59 65 86 104 111 130 അങ്ങനെ തന്നെ കൂട്ടുക. ഒരു 29 36 65 65 21 86 86 18 104 104 7 111 111 19 130 അങ്ങനെ കൂട്ടാതെ ഞാൻ പറഞ്ഞ രീതിയിൽ കൂട്ടാം. 130 അങ്ങനെ കൂട്ടാൻ പഠിക്കുക. അപ്പോൾ 130 സം എന്ന് പറഞ്ഞാൽ എന്തൊരു മീൻ തന്നിട്ടുണ്ട് 21.25. 21.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45/4 കാൽക്കുലേഷനിലൂടെ ചെയ്യാൻ പറ്റും. 130 അധികം 2K, കെയും ഡിവൈഡ് ബൈ എത്രയാണ്? നമ്പർ 1 2 3 4 5 6 7 8 നമ്പറുണ്ട്. അപ്പോൾ 121.25 ഇൻറ്റു 8 21 ഗുണം 8 168. 0.25 എന്ന് പറഞ്ഞാൽ എത്ര? 1/4 ആണ്. കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ 8 ഗുണം 5 40 അങ്ങനെ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. 168 8/4 2 170 വരും. 130 പ്ലസ് 2K എന്ന് എഴുതാം. ഇപ്പോൾ 2Kയുടെ വാല്യൂ എന്ത് വരും? 170 130 40 വരും. K എന്ന് പറഞ്ഞാൽ നമുക്ക് 40/2 20 വരും. ഇത് Kയുടെ വാല്യൂ എന്ത് കിട്ടി? 20 കിട്ടി. ഇനി P കണ്ടുപിടിക്കണം. P എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന സാധനം. ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ആരാ? Pയും Pയും 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് 29 അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. 29 ഇവിടെ എത്ര വട്ടമുണ്ട്? 1 ഒരു വട്ടേ ഉള്ളൂ. ആ ഒരു വട്ടമുള്ള 29 മോഡായിട്ട് അവർ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താ?
ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത് 29 തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ പിയുടെ എന്ത് തന്നെ ആയിരിക്കേ പറ്റൂ, 29 ആയെങ്കിലേ പറ്റൂ. കാരണം എന്താ ബാക്കിയുള്ളതൊന്നും 2ൽ കൂടുതലില്ല, 3 ഇല്ല. 22 2 വട്ടേ ഉള്ളൂ, 15 2 വട്ടേ ഉള്ളൂ. അപ്പോൾ 2ൽ കൂടുതൽ ഉണ്ടാവണം പി എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ 29 എന്ന് പറയുന്ന വാല്യൂ 3 എണ്ണം ഉണ്ടായേ പറ്റൂ, എങ്കിലേ അതെന്താവത്തുള്ളൂ, അതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സാധനം ആവത്തുള്ളൂ, അല്ലെങ്കിൽ മോഡ് ആവത്തുള്ളൂ. അപ്പോൾ ഈ പിയുടെ വാല്യൂ എത്ര എന്ന് കിട്ടി, 29 കിട്ടും. അപ്പോൾ 29 - 20 നമുക്ക് അതിനനുസരിച്ച് കിട്ടും 9 എന്ന് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്ര സമയം വേണം, ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുക. ഒരു 1-2 മാസം എടുക്കും, നിങ്ങളൊന്ന് ആ നമ്പേഴ്സുമായിട്ട് തന്നെ പരിചയപ്പെടാം. എത്ര നേരത്തെ തുടങ്ങുന്നു അത്ര നേരത്തെ നിങ്ങൾ തുടങ്ങും. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്, മീൻ കണ്ടുപിടിച്ചു. 65 86 104 115 130 130 പ്ലസ് 2Kയുടെ വാല്യൂ 21. 130 പ്ലസ് 2K ഡിവൈഡഡ് ബൈ 8 ആണ്. 8 കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ 168 2 170. 170 ആണ് 130 പ്ലസ് 2K. 40 ആണ് 2K. K എന്ന് പറഞ്ഞാൽ 20. പേന വേണ്ട, മൈൻഡിൽ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. K 20 ആണ്. ഇപ്പോൾ ഇവിടെ മോഡ് 29 തുടങ്ങണമെങ്കിൽ ഇത് 29 ആയി പറ്റൂ. പിയുടെ വാല്യൂ 29. 29 - 20 എന്ത് തോന്നുന്നു, ഓപ്ഷൻ ഡി. പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 3 ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹെമിസ്ഫിയറിനാണ്. ഇതുകൊണ്ട് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ. യെസ്, ചെയ്തേ. യെസ്, ആൻസർ കിട്ടിയോ? നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്, ഒരു റൈറ്റ് സർക്കുലർ കോൺ. അപ്പോൾ കോൺ എന്താണ് നമ്മൾ പഠിച്ചു, കോണിൻ്റെ വോളിയവും കാര്യങ്ങളെല്ലാം പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ. സർമൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ. അപ്പോൾ ഒരു കോൺ എന്ത് ചെയ്യുകയാണ്, ഒരു ഹെമിസ്ഫിയറിന് മേളിലിരിക്കുകയാണ്. സർമൗണ്ടഡ് എന്ന് വെച്ചാൽ മേളിലിരിക്കുകയാണ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഗോളത്തിൻ്റെ പകുതി. സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഗോളം, നമ്മുടെ 3D ഫിഗറാണ് ഗോളം. അതിൻ്റെ മേളിൽ എന്ത് ചെയ്യുകയാണ്, സർമൗണ്ടഡ് എന്ന് വെച്ചാൽ മേളിലിരിക്കുകയാണ് ആര്, നമ്മളുടെ കോൺ. 3D ഫിഗറാണ്, നമുക്ക് ഇങ്ങനെ ഇതിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ബേസ് റേഡിയസ് ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ. അതായത് ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസ്, രണ്ട് ബേസ് സെയിം ആണ്. ഇവരുടെ ഹെമിസ്ഫിയറിൻ്റെ മേളിലുള്ള സാധനവും കോണിൻ്റെ മേളിലുള്ള അതും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇതാണ് ബേസ് റേഡിയസ്, ഇത് സെയിം ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ 6 ആണ്, ഇങ്ങോട്ടും 6 ആണ് റേഡിയസ്. ഒരു ഹെമിസ്ഫിയർ, നമ്മുടെ ഒരു പാത്രം, വെള്ളം കുടിക്കുന്നൊരു കപ്പ് പോലെ വിചാരിച്ചാൽ. രണ്ട് റേഡിയസ് ഈക്വൽ ആണ്. ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് 12 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ 12 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടോട്ടൽ ദൂരമാണ് 12. ടോട്ടൽ ദൂരം 12 എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ. ഇതാണ് ഡയമീറ്റർ ടോട്ടൽ. ഇവിടുന്ന് ഇത്രയുള്ള റേഡിയസ് ആണ് സെൻട്രലിൽ നിന്നും സർക്കംഫറൻസിലോട്ടുള്ളത്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ 12 ആണെങ്കിൽ ടോട്ടൽ 12 ആണ്. അപ്പോൾ റേഡിയസ് എത്ര ആയിരിക്കും, ഇതും 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ബേസ് റേഡിയസ് ഓഫ് കോണും നമ്മളുടെ റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ എത്രയാണ്, 6 സെൻറ്റിമീറ്റർ. ഇത്ര വരെ ഓക്കെയാണ്. ഹൈറ്റ് ഓഫ് ദ കോൺ എത്രയാണ്, 8 ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട് കോണിൻ്റെ 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ദ കോമ്പൗണ്ട് ഓബ്ജക്റ്റ്. എന്ന് വെച്ചാൽ കോമ്പൗണ്ട് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ്. ഇഫ് ഇറ്റ്സ് കോസ്റ്റ് 25 ടു പെയിൻറ്റ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. നേരത്തെ പോലെ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയ്ക്ക് 25 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ എത്ര പൈ ഏരിയ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്ത് ഏരിയ, പെയിൻറ്റ് ചെയ്യാൻ. പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തെ ഏരിയ മാത്രമേ. പുറത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുവാണ്, അകത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യണം, മേളിലിരിക്കുന്ന സാധനം. അപ്പോൾ ഏരിയ എന്തൊക്കെ വരും, ഇതിൻ്റെ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്, ടോട്ടൽ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു R ഇൻറ്റു L. നമ്മളുടെ ആര്, കോണിൻ്റെ പൈ ഇൻറ്റു R ഇൻറ്റു L. L എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റാൻഡ് ഹൈറ്റ് ആണ്. സ്റ്റാൻഡ് ഹൈറ്റ് എത്ര വരും, 6 8 L എത്ര ആയിരിക്കും, 10. 6 8 10 എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് ആണ്. അല്ലെങ്കിൽ 6ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ ആണ്. സ്റ്റാൻഡ് ഹൈറ്റ് എന്ത് തന്നു, 10 എന്ന്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കോണിൻ്റെ ഇന്ന് ഞാൻ പറഞ്ഞു തന്നു. പൈ RL പ്ലസ് താഴത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫുള്ള് വേണ്ട. ഒരു സ്പിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 πr². ഒരു ഫുൾ ഗോളാണെങ്കിൽ
അപ്പോൾ പകുതി ഇത്രയും നമുക്ക് ഈ പുറത്തുള്ള കാര്യം മാത്രം മതി. ഈ പൈ ആർ സ്ക്വയർ നടുക്ക് പെയിന്റ് അടിക്കണ്ട, അകത്ത് പെയിന്റ് അടിക്കണ്ട. പുറത്ത് കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ദ കോമ്പൗണ്ട് ഒബ്ജക്റ്റ്. പുറത്ത് മാത്രം പെയിന്റ് അടിച്ചാൽ ഇതിന്റെ ഏരിയ എത്ര ആയിരിക്കും? 2 പൈ ആർ സ്ക്വയർ ആയിരിക്കും. ശ്രദ്ധിച്ചോണം, 3 പൈ ആർ സ്ക്വയർ ഹെമിസ്ഫിയറിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ്. ഇതൂടെ വരുമ്പോൾ അപ്പോൾ ഹെമിസ്ഫിയർ മാത്രം ഇരിക്കുവാണെങ്കിലേ ഈ ഏരിയയും ഈ ഏരിയയോടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഇതെന്ന് പറഞ്ഞ ഒരു സർക്കിളിന്റെ ഏരിയ 3 പൈ ആർ സ്ക്വയർ വരുന്നത്. ഫുള്ളൊരു സ്പിയർ ആയിട്ടിരിക്കുകയാണെങ്കിൽ 4 പൈ ആർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 പൈ ആർ സ്ക്വയർ ആണ് ഇവിടെ ഏരിയ വരുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂ കൊടുത്താലോ? പൈ ഇങ്ങ് കോമൺ എടുക്കാം. പൈ കോമൺ എടുത്തു. 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 6 ആണ്. അപ്പോൾ 6 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. പ്ലസ് എങ്ങനെയാണ് എളുപ്പം ചെയ്യുന്നതെന്ന് പറയാം. 2 ഇൻറ്റു പൈ നമ്മൾ കോമൺ എടുത്തു. 6ന്റെ സ്ക്വയർ 30. നമുക്ക് എന്ത് കിട്ടും? പൈ ഇൻറ്റു 60 72. 60 2 ഗുണം 36 72 132. അതായത് 132 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ഏരിയ. അപ്പോൾ പൈക്ക് എത്ര രൂപയാണ് ആവുന്നത്? 25 രൂപ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ പൈക്ക് 25 25 വെച്ച് എത്ര പൈ ഉണ്ട്? 132. 25 ഗുണം 132. ഒരു നമ്പറിനെ 132 കൊണ്ട് ഡിവൈഡ് എന്ത് ചെയ്താൽ മതി? അല്ല 25 കൊണ്ട് ഡിവൈഡ് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? 25 എന്ന് പറഞ്ഞാൽ 100/4 ആണ്. അപ്പോൾ 4 കൊണ്ട് മറ്റേ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 33 ഗുണം 4 2 0 ഇട്ട് കൊടുക്കുക. ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. എന്നാൽ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തു, ഇത് ഓക്കെ ആണ്. പക്ഷേ ഇങ്ങനെയാണോ എക്സാമിന് ചെയ്യേണ്ടത്? ഇങ്ങനെ എക്സാമിന് ചെയ്താൽ നിങ്ങളുടെ സമയം 2-3 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമാണ് അവിടെ പോയത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നി ഇതെന്താണ് ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടല്ലോ, ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ പോരെ. അത് ഒരു വട്ടം നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ, കോമ്പറ്റീഷൻ മനസ്സിലാവുമ്പോൾ, ആൻസർ കീ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയല്ല എക്സാമിന് പോയി എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സമയമായി നിങ്ങൾ ആ ഒരു മെത്തേഡിൽ നിന്നും മാറേണ്ട സമയം ആയിരിക്കുന്നു. കേട്ടോ, നല്ലൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയണം, കാര്യങ്ങൾ ഇത്രയും പഠിച്ചാലേ പറ്റുമല്ലോ. അത് ഒരു ദിവസം ഒരു 2 ആഴ്ച മുമ്പേ പഠിച്ചിട്ട് പോകുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത നോക്കി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി. എക്സാമിന് ചെയ്യേണ്ടത് സർക്കുലർ കോണാണ്, ഹെമിസ്ഫിയറിലുണ്ട്, ബേസ് റേഡിയസും 2 ഈക്വലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഗർ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഡയമീറ്റർ തന്നിട്ടുണ്ട്, അപ്പോൾ റേഡിയസ് 6 ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് 10. വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്ലാൻഡ് ഹൈറ്റ് 10 ആണ്. മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. 25 പെയിന്റ് ചെയ്യാൻ പൈ സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ടോട്ടൽ ഏരിയ വേണം. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ആർ എല്ലും പിന്നെ 2 പൈ ആർ സ്ക്വയർ. അതായത് പൈ എന്ന് പറയുന്ന വാല്യൂ അവിടെ ഉണ്ട്, അത് മാറ്റി എടുത്താം. പിന്നെ ആർ എൽ എന്ന് പറഞ്ഞാൽ 6 × 10 60 ആണ്. പ്ലസ് 2 × പൈ ആർ സ്ക്വയർ 2 × r സ്ക്വയർ 2 × 36 72. അതായത് 132 പൈ ആണ് നമുക്ക് വേണ്ടത്. 132 എന്ന് പറഞ്ഞാൽ ആരാ? 11ന്റെ മൾട്ടിപ്പിളാണ്. 132 2 1 3 ഇവിടെ 3. 11 ഗുണം 12. ഡെയിലി കാൽക്കുലേഷൻ്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് എഴുതിയാൽ ഇതൊക്കെ മനസ്സിലാവും. ഇതൊക്കെ തന്നെ മനസ്സിലായിക്കോളും, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ചെയ്താൽ മാത്രം മതി. എല്ലാ ദിവസവും എഴുതുന്നത് 11 ഗുണം 12 ആണ് 132. അപ്പോൾ ഈ നമ്പറെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അത് വരും. അതിന് ഡെയിലി എഴുതണം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മുടെ ആൻസറിനകത്ത് പൈയുടെ 25 വേണ്ട. 25 മൾട്ടിപ്പിൾ വലിയ പാടില്ല. ഇനിയിപ്പോൾ 25 വരെ ഇവിടെ 38 ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് നോക്ക്, 11 മൾട്ടിപ്പിൾ ആണ്. 4 1 5 7. 11 മൾട്ടിപ്പിൾ അല്ല, 11 മൾട്ടിപ്പിൾ ആണ്. ഹോൾഡ് ചെയ്യാം. 9 9 ഇത് 11 മൾട്ടിപ്പിൾ. അപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. 11 മൾട്ടിപ്പിൾ വരത്തില്ല. 132 × പൈ ചെയ്തേ പറ്റും. 132 × 30 ആണെങ്കിൽ പോലും 3900. 130 × 3 എന്ന് പറഞ്ഞാൽ തന്നെ 390. 3900 അങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായാലും എന്തേ വരത്തുള്ളൂ? 6900 ഒന്നും പോകത്തില്ല. ഓപ്ഷൻ ബി അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ കാൽക്കുലേഷൻ ഇത്ര കുറച്ച് ചെയ്താൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടും. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം പല സബ്ജക്റ്റിൽ നിന്ന് പല ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വീണ്ടും ചെയ്യാതെ ചെയ്യാം. അടുത്ത ടൈം വർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അടുത്തൊരു DA ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ചെയ്യാമോ? ഹോംവർക്കായിട്ട് ചെയ്യുമോ? നിങ്ങൾ കമൻ്റായിട്ട് പറയൂ. നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് പറയുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു DAയുടെ ക്വസ്റ്റ്യനാണ്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹോംവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയാം. ഞാൻ എന്ത് ചെയ്യാം? അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടുത്തൊരു പേപ്പർ ചെയ്യാം. സത്യത്തിൽ നമ്മൾ ഈ ഒരു 3-4 ദിവസം കൊണ്ട് ചെയ്തത് നിങ്ങളുടെ റെയിൽവേയുടെ തന്നെ CBT 2ൻ്റെ ഒരു മാത്സിൻ്റെ പേപ്പറാണ് ഫുള്ളായിട്ട് ചെയ്തത്. മാത്സിൻ്റെ ഒരു ഫുൾ പേപ്പറാണ്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത നമ്പർ ഓഫ് മിക്സഡ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. നിങ്ങളുടെ റെസ്പോൺസ് നോക്കട്ടെ, കമൻ്റായിട്ട് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക.
നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മളുടെ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യുക, ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ആവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ. യെസ്.